വെൽക്കം ബാക്ക്. നിങ്ങൾ കാണുന്നത് ലവ് ജംഗ്ഷൻ വിത്ത് മീ സൗമ്യ മരിയ. നെക്സ്റ്റ് പറഞ്ഞോളൂ സർ. ആദ്യത്തെ മെയിൽ ചന്തു. ഇത്രയും നാൾ നീ എന്റെ കാത്തിരുന്നു. നിന്റെ പ്രേമം സത്യമാണ്. ഞാൻ നിന്റെ പ്രേമത്തെ ഇല്ല സർ, ചെക്ക് ബൗൺസ് ആവുന്നത് എന്റെ ചരിത്രത്തിലേ ഇല്ല സർ. ചന്തു, ഞാൻ ഒരിക്കലും നീയാണ് എന്റെ. ഇത്രയും നാൾ ഞാൻ നിന്റെ പ്രേമത്തെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. ചന്തു, നിന്റെ പ്രേമം അത് സത്യമാണോ അല്ലയോ ഇതെന്താ മനസ്സിലാക്കാൻ ഞാനെന്തോ അവന്റെ പിന്നാലെ നടക്കുന്ന പോലെ വലിയ ബിൽഡപ്പ് മുതൽ ഒരു പ്രാവശ്യം പാരന്റ്സ് കണ്ടു. എന്ത് എംബാരസിംഗ് ആയിന്നറിയോ? ഇവിടെ ചന്ദനായിട്ട് നീ എന്റെ എന്നാണ് എന്റെ ആഗ്രഹം. ചന്ദന, എന്തിനീ നിഷ്കളങ്കത? നിന്റെ പ്ലൂട്ടോയ്ക്ക് വരെ അറിയാം. എല്ലാ ചന്ദനയ്ക്കും പ്ലൂട്ടോ ഉണ്ടോ ഈ ലോകത്ത്? ജെസിക്ക, രാജമ്മ, ജെസിക്ക, ഇത്രയും ലക്കി ഡ്രോപ്സ് വേണമെങ്കിൽ ഞാൻ എന്ത് ലക്കിയ. ലക്കി ഡ്രോപ്പോ? സില്ലി ഫെലോ, ഒരു ഡ്രോപ്പ് പോലും നിനക്ക് കിട്ടില്ല. പ്ലൂട്ടോ, do not touch. എന്തിനാ നോക്കുന്നേ? ഇതിലെന്താ എഴുതിയിരിക്കുന്നേ? Do not touch. നിനക്ക് കോമൺ സെൻസ് ഇല്ലേ? ഹലോ മാഡം, ഇതെന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആ. നിനക്കെന്താ ആവശ്യം എന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഇഷ്യൂ സോറി പറയേ. സോറി പറയേ. രാജമ്മ ഓംലെറ്റ്. സോറി പറയുന്നോ ഇല്ലയോ? സുഖാണോ മോനെ? കിച്ചണിൽ ഭൂതമുണ്ട്, ഓംലെറ്റ് തന്നെ ഭൂതമുണ്ട്. ഭൂതമുണ്ട് ആന്റി കിച്ചണില്. നിന്റെ ജീവൻ നശിക്കുന്നത് വരെ ഇവർ നിന്നെ വിടില്ല. ഈ കാര്യം ഒത്തിരി ഓർപ്പിക്കേണ്ട പ്രായമല്ല നിന്റേത്. നീ ഇവരെ എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ചാ നിനക്ക് അത്രയും നല്ലത്. അതല്ല ഡാഡി, ഞങ്ങൾ ജസ്റ്റ് I'm really sorry. Bye bye. രാജമ്മേ, നിന്റെ അമ്മ വാടി. ലൈഫിലേക്കാൾ നിനക്ക് മീറ്റിംഗ് ആണ് ഇമ്പോർട്ടന്റ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നന്ദു, ഇത് ഒത്തിരി സീരിയസ് ആയി ആലോചിക്കേണ്ട ഒരു വിഷയോ. നിന്റെ ലൈഫ് എന്റേതുപോലെ ആകരുത് പ്ലീസ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ബന്ധം വിവരമില്ലാത്ത വീട്ടി. അപ്പൊ എന്തുമാതിരി എന്റെ ജീവിതം നഷ്ടം പറഞ്ഞിട്ട് എന്തിനാ ആ വീട്ടിലേക്ക് ഇവനും പറഞ്ഞയക്കാൻ പോകുന്നത്? അപ്പൊ ആലോചിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നേ. ശരിയല്ലേ ചേട്ടാ? നീ പോ, നീ വാ. എന്ത് ഗ്ലാമറാണ്. വീട്ടിലിരുന്നത് എനിക്ക് തീറ്റ മാത്രമേ ഉള്ളൂ. തീറ്റപ്പുണ്ടായിരുന്നു. ഒരു പണിയില്ലാതെ കറക്ക മാത്രമേ ഉള്ളോ? ദേ നിൽക്കുന്നവർക്ക് ഇളയവളെങ്കിലും വല്ലതും പഠിപ്പിച്ചോ? അയ്യോ, അവൾ അങ്ങനെയൊന്നുമല്ല. എല്ലാ പണിയും വൃത്തിയായിട്ട് ചെയ്യും. വീടടിച്ചിടും, പാചകം ചെയ്യും. വീട്, അമ്പലം, കോളേജ് അല്ലാതെ വേറെ ഒന്നും അറിയില്ല. പശുക്കിടാവിനെ പോലെയാ. എന്റെ ചേച്ചിയും പശുവിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ കശാപ്പുകാരന്റെ അടുത്താ ദാമ്പത്യ ജീവിതം നയിച്ചത്. മെന്റാതിരീടി. ഇതുകൊണ്ടാണ് പെൺപിള്ളേരെ കൂടുതൽ പഠിപ്പിക്കരുത്. എന്തു പറഞ്ഞാലും മൃഗങ്ങളെ പോലെ തലയാട്ടിക്കോണം. നിങ്ങൾക്ക് മൃഗങ്ങളുടെ സ്വഭാവ. അതുകൊണ്ടാ നിങ്ങളുടെ ഭാഷ മൃഗങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത്. പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കണ്ടേ? എന്തായത്? നീ നിക്കടാ. അവൾ എന്റെ വീട്ടിലേക്കാണ് മരുമകളായി വരാൻ പോകുന്നത്. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അതന്നെ. വീട്ടിൽ ചെന്നിട്ട് മുഹൂർത്തം കുറിച്ച് നിന്നെ അറിയിക്കാം. ആയിക്കോട്ടെ. ശരിയെന്നാ. ഏതെങ്കിലും കുറച്ച് പോയിസൺ എനിക്ക് വാങ്ങിച്ചു തരൂ. വേറെ വഴിയില്ലാത്തോണ്ട്. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും?
എന്തെങ്കിലും ഒന്ന് ചെയ്യടി. വേഗം ചെയ്യ്. ഇവന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതിനെ കുറിച്ച് അധികം ആലോചിക്കണ്ട, പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഒളിച്ചോട്ടം മാത്രമേ ഉള്ളൂ ഒരു മാർഗം. എല്ലാത്തിനും എക്സ്ട്രീം സൊല്യൂഷൻ അതാണോ? ഏതെങ്കിലും പാരന്റ്സ് അവരുടെ കുട്ടികളുടെ ലൈഫ് നശിച്ചു പോകാൻ ആഗ്രഹിക്കൂ? നമ്മുടെ കിഷോറിന് എന്താ ഒരു കുറവ്? നേരിട്ട് ചെന്ന് കൺവിൻസ് ചെയ്യണം. നമുക്കറിയാവുന്നതല്ലേ ഇവളുടെ ഡാഡി തറവാടിത്തത്തെ പറ്റി പറയാറുള്ളത്. ഇത് കാരണം അദ്ദേഹം എന്തെങ്കിലും കടുങ്ക ചെയ്ത അതിന് നമ്മൾ റെസ്പോൺസിബിൾ ആണ്. അയ്യോ, ഇതിനൊരു മാർഗം അങ്കിളിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അങ്കിൾ സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും 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 കൺവിൻസ് ചെയ്യണം. അങ്കിൾ സമ്മതിക്കുന്നവരെ. അത്രേ ഉള്ളൂ. ഇന്നലെ നീ എന്നോട് എന്ത് ചോദിച്ചു? ഏത് മുഹൂർത്തത്തിലാണോ നിങ്ങൾ ഉണ്ടായത് കൊല്ലാൻ? നിങ്ങളൊരു ബുദ്ധി. കളർ ടി വി ആണോ? ഒരു കളർ ടി വി. കളർ ടി വി ചോദിച്ചു, കളർ ടി വി കൊണ്ടുവന്നു. എന്തായി ജനറേഷൻ? പക്ഷെ പറഞ്ഞ കേക്കണ്ടേ? ആളാരാ മോനെ? പെണ്ണിന്റെ അച്ഛന്റെ പേര് ആ എന്റെ പേര് അഴകപ്പുറത്താ. പെൺകുട്ടിയുടെ പേര് ആണ്ടാ. എന്താ കോയിൻസിഡൻസ്, എന്താ കോയിൻസിഡൻസ്? എന്റെ മകളുടെ പേരും ആണ്ടാളം തന്നെയാ. മൂത്ത മകളെ ധനാഠ്യയാക്കാൻ വെങ്കടേഷിനെ കൊണ്ട് കെട്ടിച്ച് ജീവിതം നശിപ്പിച്ചു. അതേ ഫാമിലിയിലെ രണ്ടാമത്തെ മകളെയും അതുപോലെ കെട്ടിച്ച് കൈവിട്ടുപോയ ഇമേജ് വീണ്ടും നേടും വീണ്ടും നേടുമെന്ന് നാട് മുഴുവൻ പാടി നടക്കുന്നു. ബ്രദർ, നീ ഉദ്ദേശിക്കുന്നത് എന്റെ മകളെ കുറിച്ചാണോ? അതെ, അവളെ കുറിച്ച് തന്നെ. എന്താടാ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകളെ പെണ്ണ് ചോദിക്കുന്നടാ? എടാ കിഷോർ, നീയാണടാ കിഷോർ? ഒന്നും മിണ്ടരുന്നോടാ. ഇത്തിരി ഇത്തിരി തുണി കൊടുത്തിട്ട് ഇറങ്ങിയിരിക്കെ വെള്ള പല്ലിക്കുഞ്ഞു. മേജറാണെന്ന്, മേജർ. What's he saying? He's saying you're so beautiful. Oh, thank you, uncle. എടാ, എനിക്കിപ്പോ എല്ലാം ഓർമ്മ വന്നു. പണ്ട് ബാംഗ്ലൂരിലേക്ക് എന്റെ ആണ്ടാളെ കൊണ്ടുപോയി നീയല്ലേ? Get out! ഏത് ജന്മത്തിൽ ഏത് മുനീശ്വരൻ തന്ന പാവമാണോ ഈ അനുഭവിക്കുന്നത്? ഈശ്വര, എന്തെങ്കിലും ചെയ്യ്. ദൈവമേ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണേ. അയ്യോ, പുതിയ കളർ ടി വി ബ്ലാക്ക് ആയി പോയി. ബോംബിട്ടേ പത്മാവതി. ബോംബിട്ടില്ലേ അവര് പിള്ളേരാണോ? അല്ല, കുട്ടിച്ചാത്തന്മാരാണ് അവര്, കുട്ടിച്ചാത്തന്മാര്. ഈശ്വര, ആദ്യം ഇത് രണ്ടും എടുത്തോ. ആ മാല മാല. നിന്റെ അപ്പന്റെ സ്വത്താണെന്നാ വിചാരം? നിന്റെ അപ്പന്റെ സ്വത്താണെന്നാണ് ആ വിചാരമെന്ന്. ഇവക്കിനി കോളേജിലുള്ള പഠിത്തമില്ല. ഇന്നു മുതൽ ഹൗസ് അറസ്റ്റാ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. എന്റെ ഡാഡിയെ കൊണ്ട് അങ്കിളിനെ കൺവിൻസ് ചെയ്യാൻ പറയാം. ഏയ്, ഒളിച്ചോടിയ പണി കഴിഞ്ഞു. വെറുതെ മണ്ടത്തരം പറയല്ലേ പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ചന്തു പറയട്ടെ, നമുക്ക് നോക്കാം. ഇതെന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആ.